ഹലോ. നേരെ പരവരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ദേ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മാറ്റി വെച്ചൊരു പണിയുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ കിച്ചണിലോട്ടൊക്കെ കയറും മുന്നേ ഞാൻ വിചാരിച്ചു അതൊന്ന് വന്ന് ചെയ്തിട്ട് പോകാം. ഞാൻ കുറച്ച് 2, 3 ഓലയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് ഏരിയയിൽ ഞങ്ങൾ ഒരു മാങ്കോസ്റ്റിൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3 വർഷമായ മാങ്കോസ്റ്റിനാണ് കേട്ടോ. ഒരു 9 മണിക്ക് വെയിൽ അതിൻ്റെ മേലിൽ വീഴാൻ തുടങ്ങിയാൽ ഒരു 4 മണി വരെ വെയിലാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിൽ. നമ്മൾ 2 നേരം വെള്ളം കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ജസ്റ്റ് അതിനൊരു ചെറിയൊരു ഷെയ്ഡ് പോലെ ഒരു 2, 3 ഓലയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഒരു കരിഞ്ഞ ഓലയും അതുപോലെ വാഴയുടെ കൈയൊക്കെ കൊണ്ടുവന്ന് അങ്ങിട്ട് കൊടുക്കുകയാണേ. നിങ്ങൾ ദേ കണ്ടില്ലേ, ഈ നിൽക്കുന്ന ഒരു മാങ്കോസ്റ്റിൻ അതിൻ്റെ സെയിം ടൈമിൽ വെച്ച മാങ്കോസ്റ്റിനാണ്. പക്ഷേ ഇത് നന്നായിട്ട് വളർന്ന് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റേത് അങ്ങ് വല്ലാണ്ട് ഒരു മുരടിച്ചതുപോലെ നിൽക്കുകയാണ്. ഈ വെയിൽ അധികം അടിക്കുന്നത് കൊണ്ടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വേല ചെയ്ത് വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു, അത് പറിച്ചുകൊണ്ട് വെക്കുകയാണ്. അതായത് ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ഒരു അഗസ്ത്യപ്പൂ കറി വയ്ക്കാറുണ്ട്. അങ്ങനെ അതും കൊണ്ട് വെച്ചു. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു കട്ടനൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് അരി അടുപ്പത്തിടുകയാണ്. അത് കഴിഞ്ഞ് അതൊന്ന് തെർമൽ കുക്കറിലോട്ട് ആക്കി വെച്ചാൽ അത് അവിടെ നിന്ന് റെഡി ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ എൻ്റെ ക്ലീനിങ് പരിപാടി, ഞാൻ ആ ഒരു റമദാൻ ക്ലീനിങ് തുടങ്ങി വെച്ചിട്ട് താഴത്തെ ഫ്ലോറ് ഒരു ഹാഫ് വാഷ് ചെയ്തിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് മുകളിലോട്ട് കയറി 1, 2 റൂമൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയോ തട്ടിക്കൂട്ടിയ ശേഷം ഒന്ന് അരി അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ പൂ ഒന്ന് 2 ടൈപ്പായിട്ട് ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുകയായിരുന്നു. ഒന്നിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പിങ്ക് കളറിലിരിക്കുന്നത് ഫ്ലവർ മാത്രമാണ് കേട്ടോ. അതിൻ്റെ ഞെട്ടും കാര്യങ്ങളൊന്നും വരാതെ ആ ഒരു ഫ്ലവർ മാത്രം എടുത്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചേക്കണേ. മക്കൾക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. ഞെട്ടൊക്കെ ഇട്ടിട്ട് മാറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലും ഒരു സവാളയും കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളി തോരനോ മെഴുക്കുരുട്ടി എന്താണെന്ന് വെച്ചാൽ ആക്കിയെടുക്കാം. അങ്ങനെ കിച്ചണിൽ എന്തൊക്കെയോ ആക്കി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ സ്റ്റെയറിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാക്ടസ് പ്ലാന്റ്സ് കുറച്ച് 1 മാസം ഏകദേശം ആയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് വെള്ളത്തിൻ്റെ ചെറിയൊരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് റൂമിലൊന്ന് ക്ലീൻ ചെയ്യാൻ കയറിയതാണ്. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലെ ആ ഒരു നമ്മുടെ ആ ഒരു സീലിങ്ങിലും കാര്യങ്ങളിലുള്ള ആ ഒരു വലയും പൊടിയും ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ ഒരു ക്ലോത്ത് കൊണ്ടിട്ട് വിൻഡോയൊക്കെ ഞാൻ ആ വിൻഡോയിലുണ്ടായിരുന്ന പൊടികളൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. വെറ്റ് തുണിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഒരുപാട് അങ്ങ് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഫാനിൽ എനിക്ക് ഈ ഒരു ബ്രഷ് ഉള്ളത് കാരണം നന്നായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു ഹോളിൽ ആ ഒരു ലീഫ് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ താഴെയുള്ള ഡസ്റ്റ് ഒരുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഈ ബ്രഷ് എന്തോ ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമുക്ക് ഈ ഒരു ഫാനിൽ ഇങ്ങനെ ഒരു ഉപയോഗം വന്നപ്പോൾ എന്തായാലും ഒരുപാട് ഉപയോഗം തോന്നി. പിന്നെ നമ്മൾ എത്ര ഈ ഒരു ഡസ്റ്റ് അടിക്കുന്ന ഇതുപോലത്തെ ബ്രഷ് വാങ്ങിച്ചാലും അധികം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. കുറച്ച് നമ്മളൊരു 10 യൂസ് അതിൽ കൂടുതൽ ഒരിക്കലും പോകില്ല കേട്ടോ. ഈ ഒരു നമ്മൾ ആ ലോങ് ആക്കുന്ന പാർട്ടിൽ നിന്ന് അതിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അവിടെ കൊണ്ടങ്ങ് ലൂസായിട്ട് എനിക്ക് എന്തായാലും ഇത് എത്ര എണ്ണം വാങ്ങിച്ചാലും ഇത് അധികം ഒന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അതേ സീലിങ്ങും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വിൻഡോസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡിലുണ്ടായിരുന്ന കുറച്ച് ബുക്സും അതുപോലെ കുറച്ച് തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി കേട്ടോ. ബെഡ്ഷീറ്റൊന്നും അങ്ങനെ മാറ്റുന്നില്ല, കാരണം കുറച്ച് 2, 3 ദിവസമേ ആയിട്ടുള്ളൂ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒരു റമദാനിന് 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ എല്ലാ ബെഡ്റൂമിലും കൂടെ ബെഡ്ഷീറ്റ് ഒരുമിച്ച് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് അന്ന് പുതിയതിടാന്ന് കരുതി. ഈ ഒരു 10 ദിവസം മുന്നേയൊക്കെ നമ്മൾ ഈ അല്ലാതെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബെഡ്ഷീറ്റ് ആ ഒരു സമയത്ത് മാറ്റിയിട്ട് കാര്യമില്ല, വീണ്ടും ബെഡ്ഷീറ്റൊക്കെ പഴയതുപോലെ തന്നെ അങ്ങ് വൃത്തിയിടാവും കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോപ്പ് ചെയ്യാണ്. പിന്നെ മോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാൻ എപ്പോഴും ഒരു ഹൈ സ്പീഡിൽ ഫാൻ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ആ ഒരു ബ്രഷിൻ്റെ പാട്, വെള്ളത്തിൻ്റെ പാടൊന്നും ഫ്ലോറിലുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടും തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് അങ്ങ് വൃത്തിയിടുന്നില്ല ഫ്ലോറിലൊന്നും. പിന്നെ ഒരു വൈറ്റ് ഫ്ലോർ ആയത് കാരണമുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും, അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഏകദേശം കുറേ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ റൂം ക്ലീൻ ചെയ്യുന്നതിനായാലും കുറേ മാത്രം ടൈം എടുക്കും. നമ്മൾ വീഡിയോ സ്പീഡിന് കാണിക്കുന്ന പോലെ അല്ലല്ലോ, വീഡിയോ എടുക്കുമ്പോൾ കുറേ ടൈം അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരൊറ്റ റൂം മാത്രമേ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഡിലേ ആകുന്നത്, ഇടയ്ക്കൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുന്നത് നടക്കാത്തതാണ്.